ഹായ് ഓൾ. ഗോളിയറിൽ വന്നിട്ട് ഈ ഏപ്രിലിലേക്ക് 3 വർഷമാവും. ഇതുവരെ ഒരു നോർത്ത് ഇന്ത്യൻ ഫംഗ്ഷനും പോയിട്ടില്ല. ഉണ്ടാവില്ല. കാരണം ഇവിടെയുള്ള സാർമാരൊക്കെ പല പല സ്റ്റേറ്റുകളിലാവുമല്ലോ അവരുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് ഗോളിയറിൽ തന്നെയുള്ള ഒരു സാറിൻ്റെ ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റിനാണ് ഇപ്പോൾ ഞങ്ങൾ പോണത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടാണ് ഒരു ഫംഗ്ഷന് പോകണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ. ഈ കാണുന്ന വഴികളിലൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ തണുപ്പ് കാലത്ത് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ചാണകം ഉണക്കി ഇങ്ങനെ പത്തിരി പോലെ ആക്കിയിട്ട് ഉണക്കി വെക്കുന്നതാണ്. എന്നിട്ട് അത് കത്തിച്ചിട്ട് ചൂട് കായായിരിക്കുകയാണ് അവർ ചെയ്യാറുള്ളത് കേട്ടോ. ഇവിടെ കൂടുതൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ക്യാമ്പിലാണെങ്കിൽ പോലും അവർ നാട്ടിൽ നിന്ന് വരുമ്പോൾ അത് കൊണ്ടുവരും തോന്നുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കത്തിച്ച് ചൂട് കാഞ്ഞങ്ങനെ ഇരിക്കുന്നത് കാണാം. ഈ റോഡ് സൈഡിൽ കാണുന്നതൊക്കെ ഇവിടുത്തെ ആളുകളുടെ വീടുകളാണ്. ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവരും ഉണ്ട്, ഷീറ്റ് കെട്ടി താമസിക്കുന്നവരുണ്ട്. പക്ഷേ ഇതാണ് ഒരു മിഡിൽ ക്ലാസ്സിൻ്റെ വീടുകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ വീടുകൾ കണ്ടപ്പോൾ ആദ്യം എനിക്കൊരു എന്തൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. വീടിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ മനസ്സിലായത് ഇവിടെ താമസിച്ച് ഇവിടെ 2-3 വർഷമായപ്പോൾ മനസ്സിലായത് ഇവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ചാണ് ഇവിടുത്തെ വീടിൻ്റെ നിർമ്മാണം എന്നുള്ളത്. ഫംഗ്ഷൻ്റെ ലൈവ് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുള്ളത് ഗോളിയറിൽ തന്നെയാണുള്ളത്. പക്ഷേ ആദിത്യാസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ നമുക്കത് കറങ്ങി തിരിഞ്ഞ് നമുക്ക് അറിയണില്ല, ആദ്യമായിട്ട് പോകല്ലേ. എങ്ങനെയോ കണ്ടുപിടിച്ച് ഞങ്ങളിവിടെ എത്തിപ്പെട്ടു. ഇതാണ് ഹോട്ടൽ. താഴെ നമ്മൾ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഹാളുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ മുകളിൽ റൂമും അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ഫംഗ്ഷൻ ഹാളുമാണ് കൊടുത്തിട്ടുള്ളത്. നോർത്ത് ഇന്ത്യൻ ഫംഗ്ഷൻ ഇങ്ങനത്തെ ആദ്യമായിട്ടാണ് പോകുന്നത്. ഈ കാണുന്നൊക്കെ റൂമുകളാണ് സൈഡിൽ. ഇത് നേരെ കയറി ചെല്ലുന്നത് ഒരു ഹാളിലേക്കാണ്. ആ ഹാളിലാണ് ഫംഗ്ഷൻ. വലിയ ആളും ബഹളമൊന്നുമില്ല. ആകെ ഒരു 10-50 ആളേ ഉള്ളൂ. കാണുന്ന കുറച്ച് ആളുകളേ ഉള്ളൂ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ ഇവിടെ ഉള്ളവർ ഭയങ്കരമായ ആർഭാടമായിട്ടുള്ള സ്വീക്വൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഭയങ്കരമായ സാരികളും ആടയാഭരണങ്ങളൊക്കെ ധരിച്ചിട്ടാട്ടോ. നമ്മൾ സാധാരണ പോലെയുള്ള ഒരു ഡ്രസ്സ്, നമ്മളെ കേരളത്തിൽ അങ്ങനെയാണല്ലോ, ഓവറായിട്ടുള്ള ഡ്രസ്സിങ് കാര്യങ്ങളും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ നോർമലായിട്ട് ചെന്ന സമയത്ത് ഇവർക്കൊക്കെ ഒരു പ്രത്യേക നോട്ടായിരുന്നു കേട്ടോ. അത് ഇവിടുന്ന് ഈ കുറ്റം പറിച്ച് രണ്ടും കൂടെ വന്നതെന്നുള്ളത്. വരനും വധുവും ഡോക്ടേഴ്സാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഫംഗ്ഷനാണ് അവർ സെറ്റപ്പ് ചെയ്ത്. ഒരുപാട് ആളുകളൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള ഒരു പരിപാടിയാണ്. കല്യാണം 1 വർഷം കഴിഞ്ഞിട്ടാണ് ഉള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം വധുവാണ് കേട്ടോ വന്നത്. വധു വന്നതിന് ശേഷം പൂജകളും കാര്യങ്ങളും അങ്ങനെയുള്ള എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചൊല്ലും. പണ്ടിട്ടിരുന്നിട്ട് മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ചൊല്ലി കുറേ ടൈം എടുത്തിട്ടത്. ഞങ്ങൾ എത്തുമ്പോൾ തന്നെ ഒരു 12 മണി ആയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. ഞങ്ങളെത്തി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വധു വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഫുഡും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴും ഈ പൂജാകർമ്മങ്ങളൊന്നും തീർന്നിട്ടില്ലായിരുന്നു കേട്ടോ. ഈ കാണുന്നതൊക്കെ വധുവിന് കൊടുക്കാനുള്ള സമ്മാനങ്ങളാണ്. ഒരു ഭാഗം മുഴുവൻ സൈഡിൽ ഫുള്ള് ഫ്രൂട്ട്സ് ഐറ്റംസും പിന്നെ കുറച്ച് ഫുള്ള് ക്ലോത്ത്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ മേക്കപ്പ് സാധനങ്ങൾ, ബാഗ്, അങ്ങനെയുള്ള വധുവിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അങ്ങനെ ഉണ്ട്. ഇത് എല്ലാ ഫംഗ്ഷനും ഇങ്ങനെ തന്നെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ട് ഇവിടെ കാണാൻ പോകുന്നത്. ഞാൻ വന്നപ്പോൾ കണ്ടതും ഇങ്ങനെയുള്ള ഒരു പരിപാടിയാണ്. ഫംഗ്ഷൻ കഴിയുന്നത് വരെ ഞങ്ങളവിടെ നിന്നില്ല കേട്ടോ. ഏട്ടന് ഡ്യൂട്ടിയും കാര്യങ്ങളുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോന്നു. ഭക്ഷണം കഴിച്ച് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി അവിടുന്ന്. എനിക്ക് ഇവരുടെ നോർത്ത് ഇന്ത്യൻ പരിപാടിക്ക് വരുമ്പോഴുള്ള ഒരു ടെൻഷൻ എന്തായിരുന്നു വെച്ചാൽ ഫുഡിൻ്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും ഫുഡ് ടേസ്റ്റ് ഉണ്ടാകുമോ, അങ്ങനെയുള്ള കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് അത്ര അങ്ങോട്ട് പിടിക്കാറില്ല ഇവിടുത്തെ ചില ഭക്ഷണങ്ങളൊന്നും. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാവും നോർത്ത് ഇന്ത്യയിൽ എന്നുള്ളത്. അറിയില്ല, ഞാൻ 5 സ്റ്റാർ ഫുഡ് ആയതുകൊണ്ടാണോ എന്നും അറിയില്ല കേട്ടോ. എന്തായാലും വൈകുന്നേരമായിരുന്നു ഞങ്ങളിവിടെ എത്താൻ വേണ്ടി. കേരള സ്റ്റോറിലും പോയിരുന്നു. പക്ഷേ അവിടെ സാധനങ്ങളൊന്നും കിട്ടിയില്ല. കേരള സ്റ്റോർ അടച്ചിട്ടിരിക്കുന്നു, തുറന്നില്ല. പിന്നെ വൈകുന്നേരം ഒരു 5-5:30 ആകുമ്പോൾ ഞങ്ങൾ ഹോട്ടലിലെത്തി. ഇതൊക്കെ ജീവിതത്തിൽ നല്ലൊരു ഓർമ്മകളാണല്ലേ, എക്കാലത്തേക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതെന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.